കാരമൽ പുഡിംഗ്. പുഡിങ്സില് ഇഷ്ടമാതിരി വെറൈറ്റീസ് വന്നെങ്കിലും ഈ ഒരു കാരമൽ പുഡിംഗ് ട്രെൻഡ് ഔട്ട് ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഇന്ന് നമ്മൾ എഗ്ലെസ് കാരമൽ പുഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു ബൗളിലോട്ട് കസ്റ്റാർഡ് പൗഡറും പാലും പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു യോഗേർട്ടാണ്. ഞാനിവിടെ ക്രംബറിയുടെ നാച്ചുറൽ യോഗേർട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/2 കപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല മാതിരി മിക്സ് ചെയ്തിട്ട് കട്ടകളില്ലാത്തൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ശേഷം നമ്മൾ കാരമൽ ചെയ്തെടുത്ത സെയിം പാനിലേക്ക് തന്നെ പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിക്സും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഏകദേശം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു പരിവായി കിട്ടും. എന്നിട്ട് നമ്മുടെ കാരമൽ സെറ്റ് ചെയ്ത ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യുക, റെഫ്രിജറേറ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടാണ്. 2 തട്ടടി വരാണ്ടായപ്പോൾ ഞാൻ കരുതി സംഭവം ഫ്ലോപ്പായിരുന്നു. പക്ഷെ സംഭവം കിടിലനായിട്ട് വന്നിട്ടാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം.